മഹത്വപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പരിശുദ്ധ പാത്രിക്കീസ് ബാവായാൽ നിയമിതനായിരിക്കുന്ന സമുദായത്തിൻ്റെ മെത്രാപ്പൊലീത്ത അഭിനന്ദനായ ഗ്രിഗോറിയോസ് തിരുമേനി, യോഗം ഉദ്ഘാടനം ചെയ്ത അഭിനന്ദനായ അന്ത്രയോസ് ബാഹി തിരുമേനി, യൂറോപ്പ് അമേരിക്ക മേഖലകളുടെ അഭിനന്ദനായ അയ്യൂബ് സിൽവാനോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മുൻ സമുദായ ഭാരവാഹികളെ, ഇതിൻ്റെ എല്ലാം മുന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട ഏലിയാസ് കുട്ടി പാറയിൽ, ജ്ഞാനായ സമുദായത്തിലെ അസോസിയേഷൻ അംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ജ്ഞാനായ സമുദായത്തിൻ്റെ ഇന്നത്തെ കലുഷിതമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇതുപോലെയുള്ള ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുവാനായിട്ട് ഇടയായി തീർന്നത്. കഴിഞ്ഞ നാളുകളിൽ ഈ സമുദായത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇവിടെ അന്ത്യോക്യ സിംഹാസനത്തോട് വിധേയത്വമുള്ള ആൾക്കാർ തീരെയില്ല എന്ന് പറഞ്ഞ് നടന്നവർക്കുള്ളതായ വ്യക്തമായ മറുപടിയാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഏകദേശം 5000 പേരോളമുള്ളതായ വിശ്വാസികൾ. ഇത് ബെൻസ് കാറെ നടന്നാലും ജുബ്ബായിട്ട് നടന്നാലും ഉണ്ടാകുന്ന വിശ്വാസമല്ല പ്രിയമുള്ളവരെ. ഇത് കറതീർന്ന അന്ത്യോക്യൻ വിശ്വാസത്തിൻ്റെ ഭടന്മാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇവരെ തോൽപ്പിക്കുവാനായിട്ട് ദൈവത്തിനല്ലാതെ മറ്റൊരു ശക്തിക്കും സാധ്യമല്ല എന്ന് അസംഗീതമായിട്ട് പ്രഖ്യാപിക്കട്ടെ. ഇന്ന് സമുദായത്തിലെ വിഷയം എന്താണ്? ഞങ്ങൾ 4 മെത്രാപ്പൊലീത്തന്മാരും ചേർന്നിരുന്നാൽ ഈ സമുദായത്തിലെ വിഷയം 5 മിനിറ്റ് കൊണ്ട് അവസാനിക്കും, അഭിനന്ദനായ ഗ്രിഗോറിയോസ് തിരുമേനി പറഞ്ഞതുപോലെ. എന്നാൽ ചേർത്ത് നിർത്തുവാനായിട്ട് ചിലർക്ക് താല്പര്യമില്ല, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ 3 മെത്രാപ്പൊലീത്തന്മാരും ഓടിളക്കി ഇറങ്ങി വന്നവരല്ല പ്രിയമുള്ളവരെ. ജ്ഞാനായ സമുദായത്തിൻ്റെ പാർലമെന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ജ്ഞാനായ അസോസിയേഷൻ തെരഞ്ഞെടുത്ത പരിശുദ്ധ പാത്രിക്കീസ് ബാവായാൽ അംഗീകരിക്കപ്പെട്ട് വാഴിക്കപ്പെട്ട് നിയമിക്കപ്പെട്ട മെത്രാപ്പൊലീത്തന്മാരാണ്. ആദ്യം ഞങ്ങളെ തെരഞ്ഞെടുത്തത് ഭരണഘടന അനുസരിച്ച സഹായമെത്രാന്മാരായിട്ടാണ്. എന്നാൽ പിന്നീട് ജ്ഞാനായ അസോസിയേഷൻ ഞങ്ങൾ 3 പേരെയും മേഖല മെത്രാപ്പൊലീത്തന്മാരായിട്ട് തെരഞ്ഞെടുത്തു. പാത്രിക്കീസ് ബാവയല്ല മേഖല മെത്രാപ്പൊലീത്തന്മാരാക്കിയത്. എന്നാൽ തെരഞ്ഞെടുത്തതിന് ശേഷം പരിശുദ്ധ പാത്രിക്കീസ് ബാവ നിയമിച്ചു ഞങ്ങളെ മേഖലകൾ തിരിച്ചതിന് ശേഷം മേഖല മെത്രാപ്പൊലീത്തന്മാരായിട്ട്. ഏതാണ്ട് 3 ടേം ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഏലിയാസ് കുട്ടിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 30-35 പ്രാവശ്യം ഭരണഘടനാ ഭേദഗതിയുടെ ചർച്ച നടത്തി. നമുക്കറിയാം, ഇവിടെ ഒരു ഭരണഘടനയുള്ളപ്പോൾ ഒരു മെത്രാനുള്ള സാഹചര്യമായിരുന്നു. എന്നാൽ 3 മെത്രാപ്പൊലീത്തന്മാർ വന്നപ്പോൾ ഈ 3 മെത്രാപ്പൊലീത്തന്മാരെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ്. അതുകൊണ്ട് ജ്ഞാനായ അസോസിയേഷൻ അന്ന് കുറച്ച് പേരെ തെരഞ്ഞെടുത്തു. എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട മുൻ സമുദായ സെക്രട്ടറിമാരും സമുദായ ട്രസ്റ്റിമാരുമായ പ്രഗത്ഭരായ വ്യക്തികളെ ചേർത്ത് ഒരു അനുരഞ്ജന സമിതി ഉണ്ടാക്കി, ഒരു ഭരണഘടനാ ഭേദഗതി കമ്മിറ്റി ഉണ്ടാക്കി മെത്രാപ്പൊലീത്തന്മാരുമായിട്ട് ചർച്ച ചെയ്ത. അങ്ങനെ 2013 വളരെ വ്യക്തമായിട്ട് മേഖല എന്താണെന്നും സമുദായത്തിൻ്റെ മെത്രാപ്പൊലീത്ത ആരാണെന്നും മേഖല മെത്രാപ്പൊലീത്തന്മാരാരാണെന്നും അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കൃത്യമായി നിർവചിച്ചുകൊണ്ട് 2013 സമുദായത്തിൻ്റെ പാർലമെന്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ജ്ഞാനായ അസോസിയേഷൻ ഭരണഘടന ഭേദഗതി ചെയ്ത് അത് പാസ്സാക്കി
അഭിമന്യനായ സേവേറിയോസ് തിരുമേനി അത് അപ്രൂവ് ചെയ്ത് സമുദായത്തിൽ നിലവിൽ വരുത്തിയതായ ഭരണഘടന അനുസരിച്ച് ഇവിടെ ക്രമീകരണങ്ങൾ നടന്നതാണ്. എന്നാൽ 2018 3 ടേം ഈ സമുദായത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോയ ഭരണഘടനാ ഭേദഗതി നടപ്പിൽ വരുത്തി അതിനനുസരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകൃതമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 2018 പ്രിയമുള്ളവരെ, അഭിനന്ദനായ സേവേറിയോസ് തിരുമേനിയെ സമുദായത്തിൽ നിന്നും ഇറക്കിവിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അസത്യം പറഞ്ഞും കള്ളസാക്ഷ്യം പറഞ്ഞും ജ്ഞാനായ അസോസിയേഷന്റെ ഭൂരിപക്ഷത്തിലേക്ക് അവർ പ്രവേശിച്ചു. അന്ന് മുതൽ തുടങ്ങി ഈ സമുദായത്തിന്റെ അധപ്പതനം. ജനം തെറ്റിദ്ധരിച്ചവർക്ക് ഭൂരിപക്ഷം നൽകി. എന്നാൽ ഇറക്കി വിട്ടത് ആരെയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഈ സത്യങ്ങളൊക്കെ ജ്ഞാനായ സമുദായത്തിലെ ജനങ്ങൾ അറിയുന്നില്ല. 2018 സമുദായ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ ഞാനും അഭിനന്ദനായ ഗ്രിഗോറിയോസ് തിരുമേനിയും ജ്ഞാനായ അസോസിയേഷനിലേക്ക് കടന്നു ചെന്നു. ഞങ്ങൾ ഈ അസോസിയേഷനാൽ തെരഞ്ഞെടുക്കപ്പെട്ട മെത്രാന്മാരല്ലേ. അഭിനന്ദനായ സേവേറിയോസ് തിരുമേനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ക്ലിമീസ് തിരുമേനിയുടെ കാലഘട്ടത്തിൽ സാധാരണയായിട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തിരുമേനി മടങ്ങിപ്പോകും. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ തിരുമേനിയാണ് പ്രസിഡന്റാണ് ചെയ്യുന്നത്. ഞാനും അഭിനന്ദനായ ഗ്രിഗോറിയോസ് തിരുമേനിയും ഞങ്ങൾ രണ്ടുപേരും കൂടെ അസോസിയേഷൻ ചെന്നപ്പോൾ അഭിനന്ദനായ സേവേറിയോസ് തിരുമേനി പറഞ്ഞു, ഇറങ്ങിപ്പോകണം. ഞങ്ങൾ ഓർഡറൊക്കെ ഇറങ്ങി വന്നവരല്ല പ്രിയമുള്ളവരെ. അസോസിയേഷൻ തെരഞ്ഞെടുത്ത സഹായമെത്രാന്മാരും അതിനുശേഷം മേഖലാ മെത്രാപ്പൊലീത്തന്മാരുമായതിനു ശേഷം ഈ അസോസിയേഷൻ കാളിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് ശക്തമായ ഭാഷയിൽ 3 പ്രാവശ്യം ഞങ്ങളോട് പറഞ്ഞു. അന്ന് ഗ്രിഗോറിയോസ് തിരുമേനി വളരെ വിനയത്തോടുകൂടെ പറഞ്ഞു, തിരുമേനി, ഞങ്ങൾ അധ്യക്ഷത വഹിക്കാനായിട്ടല്ല വന്നത്, ഞങ്ങൾ പ്രസംഗിക്കാനായിട്ടല്ല ഞങ്ങൾ വന്നത്, ഈ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുവാനായിട്ട് വോട്ട് ചെയ്യുവാനോ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാനോ ആയിട്ടല്ല ഞങ്ങൾ വന്നത്. ഞങ്ങളെയും ഈ ജ്ഞാനായ അസോസിയേഷൻ തെരഞ്ഞെടുത്തതല്ലേ. ഞങ്ങളൊരു കാഴ്ചക്കാരെ പോലെ ഇവിടെ ഇരുന്നു കൊള്ളാം. തിരുമേനി എപ്പോൾ മടങ്ങിപ്പോകുന്നുവോ അപ്പോൾ ഞങ്ങൾ മടങ്ങിപ്പോകാം എന്ന് പറഞ്ഞപ്പോൾ അഭിനന്ദനായ മെത്രാപ്പൊലീത്ത പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോയേ മതിയാകൂ, അതിനുശേഷം മാത്രമേ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കുകയുള്ളൂ. അഭിനന്ദനായ സേവേറിയോസ് തിരുമേനിയെ ഇറക്കിവിടുമെന്ന് പറഞ്ഞ ആൾക്കാര് അപ്പോൾ ആരെയാണ് ഇറക്കിവിട്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പാവപ്പെട്ട ഞങ്ങളും മെത്രാന്മാരാണ്. ഞങ്ങളെ അവഹേളിച്ച ജ്ഞാനായ അസോസിയേഷന്റെ അംഗങ്ങളുടെ മുമ്പിൽ കൂക്കുവിളിയേറ്റ് ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഞങ്ങൾ പ്രതിഷേധിച്ചില്ല സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. അതിനുശേഷം ജ്ഞാനായ സമുദായത്തിൻ്റെ കുടുംബ വീടായ മാർ അപ്രയം സെമിനാരി, അവിടെ എനിക്കും ഗ്രിഗോറിയോസ് തിരുമേനിക്കും അഭിനന്ദനായ സിൽവാനോസ് തിരുമേനിക്കും 3 കൊച്ചുമുറികളുണ്ടായിരുന്നു. ഞങ്ങൾ വല്ലപ്പോഴും ആ ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ഒന്ന് കയറി റെസ്റ്റ് എടുക്കുവാനായിട്ട്, രാത്രിയിൽ ഒന്ന് അന്തി ഉറങ്ങുവാനായിട്ടുള്ള മുറികൾ ഒരു ദിവസം സമുദായ ട്രസ്റ്റ് ഞങ്ങൾക്ക് എഴുതി തന്നു. ഇന്ന തീയതിക്കകം ഇതിൻ്റെ താക്കോൽ ഇവിടെ ഏൽപ്പിച്ചില്ല എങ്കിൽ അടുത്ത കടുത്ത നടപടിയിലേക്ക് പോകും. മെത്രാന്മാരോടാണ് പറയുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ കുടുംബ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് ആരെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ലെറ്റർ തന്ന് ജ്ഞാനായ അസോസിയേഷൻ കുടുംബം ജ്ഞാനായ സമുദായത്തിൻ്റെ അപ്രയം സെമിനാരിയിൽ ഒരു കൊച്ചുമുറിയിൽ അല്പസമയം റെസ്റ്റ് എടുക്കുവാനും ഒന്ന് കിടക്കുവാനുമായിട്ടുള്ള സന്ദർഭം ഞങ്ങൾക്ക് നിഷേധിച്ചത് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ നിന്നാണ്. പിന്നീട് ജ്ഞാനായ സമുദായത്തിൻ്റെ പ്രധാന ആത്മീയ പോഷക സംഘടനയാണ് ജ്ഞാനായ സുവിശേഷ സമാജം. ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് തിരുവല്ലയിൽ നടക്കുന്ന നല്ല ആമ്പിള്ളാരുണ്ടാക്കിയ സംഘടനയാണ്. ഇപ്പം ഇരിക്കുന്ന ജുമാക്കാരനുണ്ടാക്കിയ സംഘടന അന്ന കേട്ടോ. ഇത് നല്ല ആമ്പിള്ളാരുണ്ടാക്കിയ സംഘടനയാണ് തിരുവല്ലയിൽ നടക്കുന്ന ജ്ഞാനായ സുവിശേഷ സമാജം, അതിൻ്റെ സുവിശേഷ യോഗം.
അതിൽ ഞങ്ങളെ കയറ്റുകയില്ല എന്ന് പറഞ്ഞ് ഇന്ന് 2-3 വർഷമായിട്ട് ഈ ജ്ഞാനായ സമുദായത്തിന്റെ ആത്മീയ പോഷക സംഘടനയായ ജ്ഞാനായ സുവിശേഷ സമാജത്തിൽ നിന്നും സുവിശേഷ യോഗത്തിൽ ഞങ്ങളെ ഇറക്കി വിട്ടു. വീണ്ടും ജ്ഞാനായ സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മെറിറ്റ് അവാർഡ് ചിങ്ങവനം ദേറാപ്പള്ളിയിൽ നടന്നപ്പോഴും അതിനുശേഷം അപ്രൈം സെമിനാരിൽ നടന്നപ്പോഴും ഞങ്ങൾ അറിഞ്ഞത് അവിടെ പരിസരത്ത് ചിലരെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറി ചെന്നാൽ ഇറക്കി വിടുവാനായിട്ട്. അതുപോലെയുള്ള ഗൂഢതന്ത്രങ്ങളുടെ കേന്ദ്രമായി തീർന്നിരിക്കുകയാണ് ഇന്ന് അപ്രൈം സെമിനാരി. പിന്നീട് നടന്ന ജ്ഞാനായ സിറിയൻ കുടിയേറ്റ വാർഷികം എത്രയോ മനോഹരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പദ്ധതി, ഒരു വലിയ സംരംഭമാണ് 3 ദിവസമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ പട്ടി കയറിയാണ് സ്റ്റേജിൽ കൂടെ നടക്കുന്നത്, നായ കയറിയാണ് സ്റ്റേജിൽ കൂടെ നടക്കുന്നത്. പാടുവാൻ ആളില്ലാഞ്ഞിട്ട് നാട്ടുകാർ വന്ന് മൈക്കെടുത്ത് പാടുകയാണ് പ്രിയമുള്ളവര്. അതിനേക്കാൾ എത്രയോ മനോഹരമായിട്ട് ഇന്ന് രാവിലെ ഇവിടെ പരിപാടികൾ നടന്നു. അങ്ങനെ ജ്ഞാനായ സമുദായത്തിന്റെ യുവജന സിറിയൻ കുടിയേറ്റ വാർഷികത്തിൽ ഓരോ ദിവസവും നടക്കുന്ന സമ്മേളനത്തിൽ ഞാനും ഗ്രിഗോറിയോസ് തിരുമേനിയും സിൽവാനോസ് തിരുമേനിയും സെവറിയോസ് തിരുമേനിയും ഒക്കെ അധ്യക്ഷ വഹിച്ച സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടത് നിങ്ങൾ അറിഞ്ഞില്ലയോ പ്രിയമുള്ളവരെ? ഏറ്റവും ഒടുവിലായിട്ട് മേഖലകൾ പിരിച്ചുവിട്ടിട്ട് അസോസിയേഷൻ അഭിനന്ദനായ സെവറിയോസ് തിരുമേനി പള്ളികൾക്ക് കൽപ്പന എഴുതി. മേഖല മെത്രാപ്പൊലീത്തന്മാരായിട്ട് ഇനിയും അവർക്ക് യാതൊരു സ്ഥാനവുമില്ല. ഇന്ന് ഞങ്ങൾക്കൊരു കൽപ്പന അയക്കണമെങ്കിൽ ഞങ്ങൾ മേഖല മെത്രാപ്പൊലീത്തന്മാർ നയിച്ചാൽ കൽപ്പന പള്ളികളിൽ വായിക്കുകയില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് അഭിനന്ദനായ സെവറിയോസ് തിരുമേനിയെ ഇറക്കി വിടുമെന്ന് പറഞ്ഞ് സ്ഥാനത്ത് കയറിയ ആൾക്കാര് എവിടെ നിന്നെല്ലാം ഞങ്ങളെ ഇറക്കി വിട്ടു എന്ന് നിങ്ങൾ ശാന്തമായിട്ട് ചിന്തിക്കണം. ഇവരാണ് അനുരഞ്ജനത്തിന് കടന്നു വരുന്നത്, ഇവരാണ് ഞങ്ങളെ ചേർത്ത് നിർത്തുവാനായിട്ട് കടന്നു വരുന്നത്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, അഭിനന്ദനായ സെവറിയോസ് തിരുമേനി എവിടെങ്കിലും ഞങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചാൽ 5 നിമിഷത്തിനുള്ളിൽ ഈ സമുദായത്തിലെ പ്രശ്നം തീരും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് സമ്മതിക്കുകയില്ല. കഴിഞ്ഞ 10 വർഷമായി മാസം തോറും ഞങ്ങൾക്ക് ഞങ്ങളുടെ അരമനയിലെ ചെലവുകൾക്ക് തന്നുകൊണ്ടിരുന്ന ഏതാണ്ട് 25,000 രൂപ, അതോടൊപ്പം തന്നെ ഭദ്രാസനനിധി 5% ഭദ്രാസനനിധിയും കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾക്ക് തരുന്നില്ല. ഞങ്ങൾക്ക് ദുഃഖമില്ല പ്രിയമുള്ളവരെ. എന്നാൽ അതേസമയം അഭിനന്ദനായ സെവറിയോസ് തിരുമേനിയുടെ മുഴുവൻ ചെലവുകളും, അരമനയിലെയും മുഴുവൻ ചെലവുകളും ഇന്ന് സമുദായം നടത്തിക്കൊടുക്കുന്നു. ഭദ്രാസനനിധി 10% കൊടുക്കുന്നു. ചോദിച്ചാൽ പറയുന്നത് കേൾക്കണം, ഞങ്ങൾ ജ്ഞാനായ കമ്മിറ്റിക്കാരെ അനുസരിച്ചാൽ ഞങ്ങൾ കൊടുക്കും. അതല്ല, അങ്ങനെയുള്ളൊരു ജനുസല്ല പ്രിയമുള്ളവരെ. ഞാനും ഗ്രിഗോറിയോസ് തിരുമേനിയും അഭിനന്ദനായ സിൽവാനോസ് തിരുമേനിയും അത് പ്രത്യേക ജനുസാ. ഇവരുടെയൊക്കെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് ഞങ്ങൾക്ക് വേണ്ട, കാരണം ഞങ്ങളെ വഴി നടത്തുന്ന ഒരു ദൈവം ഞങ്ങളുടെ മുൻപിലുണ്ട്. ഞങ്ങളെ തെരഞ്ഞെടുത്ത ജ്ഞാനായ അസോസിയേഷൻ അംഗങ്ങളും ഞങ്ങളെ സ്നേഹിക്കുന്ന ജ്ഞാനായ സമുദായ അംഗങ്ങളും ഇന്ന് ഈ സമുദായത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ തലയുയർത്തിയാണ് നടക്കുന്നത്, ഇന്നും ആരുടെയും മുന്നിൽ മുട്ടുമടക്കാതെ. അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പറയട്ടെ, ഞങ്ങളെ ഇറക്കി വിട്ടത് കൊണ്ട് ദൈവം ഞങ്ങളുടെ കൂടെയിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണോ ഞങ്ങളെ ഇറക്കി വിട്ടത്, ഞങ്ങളെ എങ്ങനെയാണോ ഒറ്റത്തൈക്യ മെത്രാച്ചനെയും പ്രഥമ മെത്രാപ്പൊലീത്തായും ഈ അപ്രൈം സെമിനാരിൽ നിന്ന് ഇറക്കി വിട്ടത്, അതുപോലെയുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളെ 3 മെത്രാന്മാരെയും ഈ സമുദായത്തിൽ നിന്ന് ഇറക്കി വിടുവാനായിട്ട്, ഈ സമുദായത്തിൽ നിന്നും മഹറം ചൊല്ലി ഞങ്ങളെ ഇറക്കി വിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ സമുദായത്തിൽ നിന്നാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിൽ, ഞങ്ങൾ ഇതിനകത്താണ് ജനിച്ചതെങ്കിൽ, ഇതിനകത്ത് വളർന്ന് ഇതിനകത്ത് തന്നെ അന്ത്യോക്യ സിംഹാസനത്തിൽ ഞങ്ങൾ മരിക്കും, അതിന് സംശയമില്ല. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ ചഞ്ചലഹൃത്തനായി തീരാതെ
മഞ്ഞിനിക്കരയിൽ വന്നപ്പോൾ പരിശുദ്ധ പാത്രിക്കീസ് ബാവ പറഞ്ഞു, ഒരാളെ ഉള്ളെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ ആ പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ സ്നേഹവും കരുതലുമാണ് ഇന്ന് വിളിക്കുന്ന ആർച്ച് ബിഷപ്പ് അന്ത്രയോസ് ബാഹി തിരുമേനി. പരിശുദ്ധ പാത്രിക്കീസ് ബാവയുടെ കൽപ്പന, ശ്ലൈഹിക കൽപ്പന ഞങ്ങൾക്ക് അയച്ചു തന്നത് ആ സിംഹാസനത്തോടുള്ള ഞങ്ങളുടെ വിധേയത്വവും കൂറും ഭക്തിയുമാണ്. ഞങ്ങൾ അപ്പനെ അനുസരിക്കുന്നവനാണ്. ആ മുഖത്തോട്ടൊന്ന് നോക്കിക്കുക, എത്രയോ ചൈതന്യമാണ്. ഇത് അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നുള്ള ചൈതന്യമാണ് പ്രിയമുള്ളവരെ. ഇത് അപ്പനെ അറിയുന്നവർക്ക് ഈ ചൈതന്യം കണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പൻ ആരാണെന്ന് അറിയണം. പരിശുദ്ധ സിംഹാസനത്തോട് വിധേയത്വവും അപ്പൻ ആരാന്നറിയുന്നവരും പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തെ തള്ളിപ്പറയുകയില്ല. അതുകൊണ്ട് ആഞ്ഞിലിമുട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരുടെയും ക്ലിമീസ് തിരുമേനിയുടെയും ജനസാണ് ഞങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ട് പറങ്ങികളുടെ തോക്കിന്റെയും പീരങ്കികളുടെയും മുന്നിൽ നെഞ്ചുവിരിച്ചു നിന്ന ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ പിൻഗാമികളാണ് പ്രിയമുള്ള ഇവിടെ ഇരിക്കുന്ന ഓരോ ക്രാരായ അന്ത്യോക്യ വിശ്വാസികളും. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടി തൃക്കൊത്തുന്ന സെമിനാരിയിൽ അഭിനന്ദനായ കാലം ചെയ്ത, ഈ കഴിഞ്ഞ ഇടയിൽ കാലം ചെയ്ത, ഒരു വർഷം കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക മാവ അങ്കമാലി ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുമ്പോൾ തൃക്കൊത്തുന്ന സെമിനാരിക്ക് വേണ്ടി നിരാഹാര സത്യാഗ്രഹം കടന്നപ്പോൾ അവിടെ പോയി ആരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പിന്തിരിയാതെ വന്നപ്പോൾ ഗവൺമെന്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് തയ്യാറായപ്പോൾ അഭിനന്ദനായ ക്ലിമീസ് തിരുമേനി ആർജവത്തോടുകൂടെ കടന്നു ചെന്ന് ഗ്രേറ്റ് മാർച്ച് നടത്തി അവിടെ അറസ്റ്റ് വരിക്കുവാനായിട്ട് തയ്യാറായ ആ ക്ലിമീസ് തിരുമേനിയുടെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ. പ്രിയമുള്ളവരെ, അതിനൊരു അന്തസ്സ് വേണം ആ പേര് പറയാൻ. ഞങ്ങളൊക്കെ വടക്കോട്ട് ചെല്ലുമ്പോൾ, ഞങ്ങൾ പണ്ടൊക്കെ അച്ഛന്മാരായിട്ട് ചെല്ലുമ്പോൾ പറയും, ഞങ്ങൾ ക്ലിമീസ് തിരുമേനിയുടെ അച്ഛന്മാരാന്ന് പറഞ്ഞാൽ ഒരു ഊർജമായിരുന്നു, ഒരന്തസ്സായിരുന്നു. പ്രിയമുള്ളവരെ, ആ ക്ലിമീസ് തിരുമേനിയുടെ പിൻതലമുറക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഭയമില്ലാതെ നട്ടെല്ല് നിവർത്തി എഴുന്നേറ്റ് നിന്ന ക്ലിമീസ് തിരുമേനിയുടെ കാലടികളുടെ പിന്നിലാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഒരു ജുബാക്കാരനെയും ഭയമില്ല. പ്രിയമുള്ളവരെ, എത്ര വലിയ പീഡനങ്ങളും എത്ര വലിയ തീരുമാനങ്ങളും കാനായ അസോസിയേഷൻ എടുത്താലും ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ. വെനസസിന്റെ കാലത്ത് നമ്മുടെ ആരാധനക്രമങ്ങൾ കത്തിച്ചു കളഞ്ഞു ഉദയംപേരൂർ സുന്നകദോസിൽ വെച്ച്. നമ്മുടെ കൽപ്പനകളെല്ലാം, ശ്ലൈഹിക കൽപ്പനകളെല്ലാം കത്തിച്ചു കളഞ്ഞു. അഹത്തുള്ള ബാവയെ കടലിൽ കെട്ടിത്താത്ത് കൊന്നു. അന്ന് ആഞ്ഞിലിമുട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാര് കുരിശിൽ ആലാത്ത് കെട്ടി ഞങ്ങളും ഞങ്ങളുടെ സന്തതി പരമ്പരകൾ ഉള്ളിടത്തോളം കാലം അന്ത്യോക്യ സിംഹാസനത്തിന്റെ കീഴിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞ അതേ വിശ്വാസികളാണ് ഇന്ന് രണ്ടാം കൂനം കുരിശ് സത്യമായിട്ട് ഇന്ന് കുരിശിനാലാത്ത് കെട്ടി സത്യപ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങൾ പേടിച്ചു പോകത്തില്ല. ഞങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് അന്ത്യോക്യ സിംഹാസനത്തിന്റെ രക്തമാണ്. ഞങ്ങളുടെ ശരീരത്തിൽ കൂടെ ഓടുന്നത് ഞങ്ങൾക്ക് വിശ്വാസം പഠിപ്പിച്ചു തന്ന ആഞ്ഞിലിമുട്ടി ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ രക്തമാണ്. ഞങ്ങളുടെ ശരീരത്തിൽ കൂടെ ഓടുന്നത് ഞങ്ങളുടെ മുമ്പിൽ ഭയമില്ലാതെ വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ചഞ്ചലിപ്പില്ലാതെ നിന്ന ക്ലിമീസ് തിരുമേനിയുടെ രക്തമാണ്. അതുകൊണ്ട് ഞങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണ്ട. ഞങ്ങളുടെ രക്തമാണ് ഇന്ന് സമുദായ നേതൃത്വത്തിന് ആവശ്യം. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് നിർത്താം. ഭരണഘടന 98A വകുപ്പ് അനുസരിച്ച് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനവും ഭദ്രാസന ഇടവകയും തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന ഒരു തീരുമാനം എടുക്കുവാനായിട്ട് അസോസിയേഷന് അധികാരമില്ല. 98B അനുസരിച്ച് മെത്രാപ്പൊലീത്തായുടെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്ന നിശ്ചയങ്ങൾ പാടില്ല എന്ന് വ്യക്തമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. 98C അനുസരിച്ച് വിശ്വാസ ആചാരങ്ങൾ ആലോചന ചെയ്യുവാനോ തീരുമാനം ചെയ്യുവാനോ അസോസിയേഷൻ അധികാരമില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം ലംഘിച്ച് തീരുമാനമെടുത്തിട്ടും അതിൽ നടപ്പിൽ വരുത്തിയതായ സമുദായ മെത്രാപ്പൊലീത്തായോട് ഞങ്ങൾക്ക് സഹതാപമാണ്. കാരണം
അങ്ങ് കുറിച്ചിട്ടോ? നാളെ ഇതുപോലെ അങ്ങയോടും ചോദിക്കുന്ന ഒരു കാലഘട്ടം വരും. ഈ സഭയുടെ എപ്പിസ്കോപ്പസിയെയും പൗരോഹിത്യത്തെയും നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അഭിമന്യ തിരുമേനിക്കുണ്ട്. അത് മറന്നു പോകരുത്. ഞങ്ങളൊക്കെ കാലം ചെയ്യും, ഞങ്ങളൊക്കെ ഈ ലോകം വിട്ടുപോകും. എന്നാൽ ഈ സമുദായം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ 4 പേര് മെത്രാന്മാരായത്. ഈ സമുദായത്തെ കാത്ത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സമുദായത്തിലെ അഭിമന്യ മെത്രാപ്പൊലീത്തന്മാർക്കും അതോടൊപ്പം തന്നെ പുരോഹിതന്മാർക്കുമുണ്ട്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനമായിട്ടുള്ള ബന്ധം, ദീർഘകാലമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതായ ഉത്തരവാദിത്വം ഈ പൗരോഹിത്യ ഗണത്തിനുള്ളതാണ്. ഇപ്പോൾ വലിയ വികസനം നടത്തിയെന്നാണ് പറയുന്നത്. എന്താണ് വികസനം? ആർക്കും വേണ്ടാത്ത, നമ്മുടെ അറക്കല രാഴ്ച പറയുന്നതനുസരിച്ച് നായ പെറ്റുകിടക്കുന്ന തോട്ടയ്ക്കാട്ട് സ്ഥലം, ലോകത്ത് ഒരിടത്തുമില്ലാത്ത വില കൊടുത്ത് ആ സ്ഥലം മേടിച്ചു. ക്രാനേക്കാർ ഒരു മനുഷ്യൻ ആ ഭാഗത്തെങ്ങുമില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചു? തോട്ടയ്ക്കാട്ട് ആദ്യം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പറഞ്ഞു. തുടങ്ങിയോ? ഇല്ല. പിന്നെ പറഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുവാന്ന് പറഞ്ഞു, ബോർഡ് വെച്ചു. തുടങ്ങിയോ? ഇല്ല. നഴ്സിംഗ് കോളേജ് തുടങ്ങുക എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പുറകെയൊക്കെ പോയി നോക്കി. തുടങ്ങിയോ? ഏതാണ്ട് 7-8 കോടി രൂപ അവിടെ കോൺക്രീറ്റ് ഇട്ട് കുഴിച്ചിട്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ. അത് വിൽക്കുവാൻ പോലും സാധ്യതമല്ലാത്ത രീതിയിൽ അത് വാസ്തവത്തിൽ പ്രയോജനമില്ലാതായി തീർന്നു. മോതിരവയലിൽ ശ്രീ തോമസ് മാമൻ ഒരു നല്ല ഓൾഡ് ഏജ് ഹോം തുടങ്ങുവാനായിട്ട് 85 സെന്റ് സ്ഥലം സമുദായത്തിന് എഴുതി തന്നു. എന്തിയെ അവിടെ വികസനം? കുറിച്ചി ചിങ്ങവന പ്രേം സെമിനാരിയുടെ മുന്നിൽ ഒരു പാലിയേറ്റീവ് സെന്റർ. എന്തിയെ പാലിയേറ്റീവ് സെന്റർ? ഏറ്റവും അവസാനമായിട്ട് കുറിച്ചി മന്ദിരത്തിനോടനുബന്ധിച്ചുള്ളതായ സ്കൂളിൽ ജർമ്മൻ പഠിപ്പിക്കുവാനും ടെക്നോളജി പഠിപ്പിക്കുവാനായിട്ടും ഒരുപാട് കോഴ്സുകൾ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ആ ബോർഡെല്ലാം തുരുമ്പിച്ച് താഴെ വീഴാറായി. ഒന്ന് പെയിന്റ് അടിച്ചാൽ കൊള്ളാമായിരുന്നു. സെക്രട്ടറി അതൊന്ന് ചെയ്താൽ നല്ലതായിരിക്കും. നെല്ലിക്കൽ റിട്ടയർമെന്റ് ഹോം തുടങ്ങാൻ ആരംഭിച്ചു. എല്ലാത്തിനും കല്ലിടും, പിറ്റേ ദിവസം പത്രത്തിൽ പടവും വരും. ഒരു പ്രയോജനമില്ല, ബോർഡും വെക്കും. ഇന്ന് വരെ എന്തെങ്കിലും കാര്യങ്ങൾ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന് അപ്രയം സെമിനാരിയിൽ ഒന്ന് റെനോവേറ്റ് ചെയ്തു, ഒന്ന് നവീകരിച്ചു. ആനായ സമുദായത്തിൻ്റെ പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷനായ നസ്രത്ത് ആശ്രമത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ബി.ഫാം കോളേജിൽ നിന്നും നമ്മുടെ ക്ലിമീസ് സ്കൂളിൽ നിന്നും മുഴുവൻ പൈസയും എടുത്ത് അപ്രയം സെമിനാരി നവീകരിച്ചു. അഭിനന്ദനായ ഗ്രിഗോറിയോസ് തിരുമേനി ഏതാണ്ട് 3.5 കോടി രൂപ സ്വന്തമായിട്ട് ഓടി നടന്ന് പിരിച്ചുകൊണ്ട് വന്നാണ് വള്ളംകുളത്ത് സ്ഥലം മേടിച്ച് ഭംഗിയായിട്ട് അവിടെ ഒരു അരമന സെറ്റപ്പാക്കിയത്. ഞാനും ഖത്തറിലും കുവൈറ്റിലും ദുബൈയിലും റാന്നിയിലും ക്നാനായ സമുദായത്തിൻ്റെ വിവിധ ദേശങ്ങളിലും പോയി ഓടി നടന്നിട്ടാണ് ഒറ്റ രൂപ പോലും സമുദായത്തിൽ നിന്ന് വാങ്ങാതെ 85 സെന്റ് സ്ഥലം, ഏതാണ്ട് 69 ലക്ഷം രൂപയ്ക്ക് സ്ഥലവും അതോടൊപ്പം തന്നെയാണ് 1.5 കോടി രൂപയ്ക്ക് അടുത്ത് അതിൻ്റെ കെട്ടിടവും പണിതുയർത്തിയ പ്രിയമുള്ളവരെ. ഇനി സമുദായത്തിൽ എന്ത് നേട്ടമാണ് കഴിഞ്ഞ 20 വർഷക്കാലമായിട്ടുണ്ടായത്? പ്രിയമുള്ളവർ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വികസനം എന്ന് പറയുമ്പോൾ ആ വികസനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് ക്നാനായ സമുദായത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കി ഞാൻ ആ കാര്യങ്ങളൊക്കെ മാറി നിന്ന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ പൈതൃകമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇന്ന് മലങ്കരയിൽ യാക്കോബായക്കാരും മെത്രാൻ കക്ഷിക്കാരും മലങ്കര കത്തോലിക്കരും ഇന്നിവിടെ മർത്തോമാക്കാരും എന്ന് നിലനിൽക്കുന്നതിൻ്റെ പ്രധാന കാരണം ക്നാനായ സമുദായത്തിൻ്റെ കുടിയേറ്റമാണ്. അതിന് പരിശുദ്ധ പാത്രികീസ് ബാവ അതിനുള്ള ക്രമീകരണം ചെയ്തു എന്നുള്ളതാണ് ക്നാനായ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. ആ പൈതൃകവും പാരമ്പര്യവും കളഞ്ഞു കുളിക്കുവാനായിട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്. അതിൻ്റെ തുടക്കമാണ്, അതിൻ്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇന്നിവിടെ കണ്ടതെങ്കിൽ 5000 പേര് ഇവിടെ കൂടിയെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതിനേക്കാൾ വലിയ പരിപാടി 10000 പേരെ സംഘടിപ്പിച്ചുകൊണ്ട് സമുദായത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ നടത്തും പ്രിയമുള്ളവരെ, സംശയമില്ല. അതുകൊണ്ട് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങളുടെ മരണം വരെയും അഭിനന്ദനായ ഗ്രിഗോറിയോസ് തിരുമേനിയും ഞാനും അഭിനന്ദനായ സിൽവാനോസ് തിരുമേനി എന്ത് നഷ്ടങ്ങൾ വന്നാലും
ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന അച്ഛന്മാർക്ക് എന്ത് നഷ്ടങ്ങൾ വന്നാലും ഞങ്ങൾ വിശ്വാസത്തെ ഉറക്കെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിനന്ദന തിരുമേനി പറഞ്ഞു. ഏതാണ്ട് പള്ളിക്കുറ്റം എന്നും പറഞ്ഞൊരു ഉമ്മാക്കി കാണിച്ചു. ഓലപ്പാമ്പ്, ഈ 5000 പേരുടെ പേരിൽ എങ്ങനെ ഓലപ്പാമ്പിനെ കാണിക്കും? ചിലരൊക്കെ പറയുന്നുണ്ട്, കൃത്യമായിട്ട് നോക്കണേ. ഇവിടെ ലൈവ് ഉണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ 5000 പേരുടെ പേരിലും നടപടിയെടുക്ക, നമുക്കൊന്ന് കാണാം. പക്ഷേ പേടിയില്ലാത്ത നമ്മുടെ സ്ത്രീ ജനങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കട്ടെ. ഇന്നലെ വൈകിട്ടും ഇന്ന് പകൽക്കാലവും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരെ സൺഡേ സ്കൂളിൽ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ടും സൺഡേ സ്കൂളിന്റെ സമ്മാനം കൊടുക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ 150 രൂപയുടെ പ്ലാസ്റ്റിക് സമ്മാനം വേണ്ട. അതുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കണ്ട. ഉടുക്കുകൂട്ടി ഞങ്ങളെ പേടിപ്പിച്ചാൽ പേടിച്ചു പോകുന്നവരല്ല ഞങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരും നല്ല കറുതീർന്ന അന്ത്യോക്യൻ വിശ്വാസികളാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൽ ഞങ്ങൾ അടിയുറച്ചു നിൽക്കും. അതിന് ഞങ്ങൾക്ക് ഏറ്റവും അഭിനന്ദിക്കാനുള്ള ഇവിടുത്തെ വൈദിക ശ്രേഷ്ഠര് ഞങ്ങളുടെ കൂടെ ഏറ്റവും ശക്തിയോടുകൂടെ, ഇത്രയും വൈദികരും അത് ഞങ്ങൾക്ക് ഉള്ളവര് നല്ല ക്വാളിറ്റി ഉള്ളവരാണ്. അവർ ഉറച്ചു നിൽക്കുന്നവരാണ്. 2 വള്ളത്തിൽ കാല് ചവിട്ടാതെ ഉറച്ചു നിൽക്കുന്ന, വിശ്വാസത്തിൽ ഉടച്ചു നിൽക്കുന്ന നല്ല കറുതീർന്ന വൈദികരാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ നല്ല പള്ളി നോക്കി പോകുന്ന വൈദികരല്ല പ്രിയമുള്ളവരെ. അന്തസ്സുള്ള കറുതീർന്ന വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കും. ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുന്നില്ല, അവർക്കൊക്കെ വരണമെന്നുണ്ട്, വരും. ഇന്ന് 15 പേരാണെങ്കിൽ അടുത്ത പ്രാവശ്യം 30 അച്ഛന്മാർ നമ്മുടെ കൂടെ വരും, സംശയമില്ല. രണ്ടാമതായിട്ട് ഒരാളെ പറഞ്ഞില്ലെങ്കിൽ വലിയ സങ്കടമാണ്. ഏതാണ്ട് 1.5 മാസം മുമ്പ് ഞങ്ങളില്ലായിരുന്നു ശ്രീമാൻ ഏലിയാസ് കുട്ടി പാറയിൽ ക്ലിമീസ് തിരുമേനിയുടെ കൂടെ 21ാമത്തെ വയസ്സിൽ ക്നാനായ കമ്മിറ്റി അംഗമായതാണ്. ധാരാളം സമയങ്ങളിൽ അദ്ദേഹം ക്നാനായ കമ്മിറ്റി അംഗമായിട്ടും ക്നാനായ കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിട്ടും അതോടൊപ്പം തന്നെ സമുദായ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ച ശ്രീമാൻ ഏലിയാസ് കുട്ടി ഒരു ദിവസം മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമുക്കൊരു ഒരു യോഗം വിളിച്ചു കൂട്ടണം. ശ്രീ ബാബു കുന്നുകണ്ടത്തിലൊക്കെ എപ്പോഴും ഞങ്ങളോട് പറയും, എന്തുകൊണ്ടാണ് ഇത് വിളിച്ചു കൂട്ടാത്തത്? അങ്ങനെ ഏലിയാസ് കുട്ടി പറഞ്ഞു, നിങ്ങൾ വിളിച്ചു കൂട്ടിയില്ലെങ്കിൽ എൻ്റെ അപ്പൻ കണ്ട 10 സെന്റ് ഞാൻ വിറ്റ് ഈ യോഗം വിളിച്ചു കൂട്ടുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ശ്രീമാൻ ഏലിയാസ് കുട്ടി. ഞാൻ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അവരുടെ ഒന്നും പേരെടുത്ത് പറയുന്നില്ല. തൈപ്പറമ്പ് രായിച്ചാൻ ഉൾപ്പെടെ എത്രയോ ആൾക്കാർ നമുക്ക് വേണ്ടി പടപൊരുതി, വിശ്വാസത്തിന് വേണ്ടി, നമുക്ക് വേണ്ടിയല്ല, പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് വേണ്ടി പടപൊരുതിയ അനേകം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥന സ്വർഗത്തിലുണ്ട്. ഇതിനായി കാലം ചെയ്ത ക്ലിമീസ് തിരുമേനിയുടെ പ്രാർത്ഥന സ്വർഗത്തിലുണ്ട് പ്രിയമുള്ളവര്. കാലം ചെയ്ത ഇഗ്നാത്യോസ് സാക്കാപ്രദൻ പാത്രക്കീസ് ബാവയുടെ പ്രാർത്ഥന നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് പരിക്കലെ അവറാച്ചായനുമൊക്കെ നമുക്ക് വേണ്ടി മുന്നിൽ നിന്ന് പടപൊരുതിയ ആൾക്കാരാണ്. ഒത്തിരി പേരുടെ പേരുകൾ പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. ഏതായാലും കൃത്യമായിട്ട് ഏലിയാസ് കുട്ടി ഗ്രിഗോറിയസ് തിരുമേനി പറയും, ഇവൻ്റെ ഫോൺ കാണുമ്പോൾ എനിക്ക് പേടിയാ എൻ്റെ തിരുമേനി. അവൻ ഉറക്കമില്ല, കാരണം അവന് രാത്രി 10:30-ക്കും രാവിലെ 6:30-ക്കും വിളിക്കുകയാണ് ഇത് വിജയിപ്പിക്കുവാനായിട്ട്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരുപാട് പള്ളു പറഞ്ഞു. പള്ളു പറഞ്ഞാൽ പിന്തിരിഞ്ഞോടുന്നവനല്ല ഏലിയാസ് കുട്ടി പ്രിയമുള്ളവരെ, അത് മനസ്സിലാക്കണം. എൻ്റെ ശക്തമായ നേതൃത്വം കൊടുത്ത ഈ ദിവസങ്ങളിൽ അനാരോഗ്യം വകവെക്കാതെ, തന്നെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ വകവെക്കാതെ ഞങ്ങൾ ഇങ്ങോട്ട് ഈ ജീപ്പിൽ ഇങ്ങോട്ട് പോരുമ്പോൾ ഓടി വന്ന് ആ ജീപ്പെ കയറുന്നത് കണ്ടു. എനിക്ക് പേടിയായിപ്പോയി, കാരണം നടക്കുവാനായിട്ടുള്ള ബുദ്ധിമുട്ട്. വണ്ടിയെ കയറി ഞങ്ങളോടൊപ്പം ഇവിടെ വന്ന് ഈ ആലാത്ത് കെട്ടുവാനായിട്ടുള്ള കുരിശ് ഇതെല്ലാം ക്രമീകരിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപറ്റം ആൾക്കാരുണ്ട്. അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് അദ്ദേഹം കാണിച്ച ആർജവം, അതോടൊപ്പം റാന്നിയിലെ കോർ കമ്മിറ്റി ഒരുപാട് ആൾക്കാർ അതിനകത്ത് ഓരോ ദിവസവും ഓൺലൈനായിട്ടും അതോടൊപ്പം തന്നെ വിളിച്ചു ചേർത്തും ഈ പരിപാടി വിജയിപ്പിക്കുവാനായിട്ട് ഇന്നലെ അവിടുന്ന് കൊടിമരവും പതാകയും കൊണ്ടുപോരുമ്പോൾ ഏതാണ്ട് 100 വണ്ടിക്കടുത്തുണ്ടായിരുന്നു. ഛായാചിത്രം ചിങ്ങവനത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ എത്രമാത്രം ഭംഗിയായിട്ടാണ് കൊണ്ടുവന്ന്. അവിടെയൊക്കെ വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ ഇവിടം വരെ വന്നു കഴിഞ്ഞു പ്രിയമുള്ളവരെ.
നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ 5000 പേരെന്നൊരു തുടക്കമാണെങ്കിൽ മുന്നോട്ടുള്ളതായ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഷാർജ പള്ളിയിൽ നിന്നും ഒരുപറ്റം ആൾക്കാർ ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. അബുദാബി പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. കുവൈറ്റിൽ നിന്നും, ബഹ്റിൽ നിന്നും, നന്മാറയിൽ നിന്നും, ഷൊർണൂരിൽ നിന്നും, മലബാറിൽ നിന്നും, തിരുവനന്തപുരത്തു നിന്നും, അങ്ങനെ ലോകമെമ്പാടും, അമേരിക്കയിൽ നിന്നും, യൂറോപ്പിൽ നിന്നുമൊക്കെ അഭിനന്ദനായ സിൽവാനോസ് തിരുമേനി പോലും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നള്ളി കടന്നു വന്ന്. പ്രിയമുള്ളവരെ, ഇന്നലെ കഴിഞ്ഞ ആഴ്ച തിരിച്ചു പോയതാ. ഇതാണ് ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പെന്ന് പറയുന്നത്. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് കൂടെ നിന്ന് നമുക്ക് മുന്നോട്ട് ഈ സമുദായത്തെ കൊണ്ടുപോകാം. പൈതൃകമായിട്ട് നമുക്ക് കാത്തു സൂക്ഷിച്ച വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആനായ സമുദായവും അന്ത്യോക്യ ബന്ധവും കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ വേണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ത്യോക്യ ജ്ഞാനായ ബന്ധം പരിശുദ്ധനായ ഇഗ്നാത്യോസ് സഫ്രേന്ദിനിയൻ പാത്രിക്കീസ് ബാവ, നീടാൽ വാഴട്ടെ. അഭിനന്ദനായ അലക്സാന്ദ്രിയോസ് ബാഹ്യത്തിരുമേനേയും, നീടാൽ